റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. KSRTC ബസ്സുകളിലെ സർക്കാർ പരസ്യത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയാണ്. ഖജനാവിൽ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവഴിക്കുന്നതെന്ന് PC വിശ്വനാഥ് MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. എവിടെ നോക്കിയാലും തന്റെ തല തന്റെ ഫിഗർ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും പരസ്യം കൊണ്ട് LDFന് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നും PC വിശ്വനാഥ് പ്രതികരിച്ചു. 17 മാസമായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് അവർക്ക് അംശാദായം അടച്ച് പെൻഷൻ കൊടുത്തിട്ട് അത് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാരാണ് ഈ കോടിക്കണക്കിന് രൂപ KSRTCയിൽ ഇനി 3-4 മാസത്തേക്ക് സർക്കാരിൻ്റെ പരസ്യങ്ങൾ മാത്രം ഒട്ടിക്കൂ എന്ന് പറഞ്ഞത്. ഇത് ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പറയണത് പോലെ എവിടെ നോക്കിയാലും KSRTC ആണെങ്കിലും പുറത്താണെങ്കിലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ തല മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ മലയാളിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ എടുത്ത് ദുർവ്യയം നടത്തുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ചേർത്ത്, ഈ പരസ്യം കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. കാരണം പൊളിഞ്ഞു പോയ ഒരു പ്രോഡക്റ്റ്, മറ്റേ സിനിമയിൽ പറയത്തില്ലേ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലെന്ന് പറഞ്ഞ പോലെ, ഇനി ഈ പ്രോഡക്റ്റിന് എത്ര പരസ്യം ചെയ്താലും ഇതാൾ വാങ്ങൂല. ഇത് പൊളിഞ്ഞു പോയ പ്രോഡക്റ്റാണ്. അതിനി പരസ്യം ചെയ്യുന്നത്, അതിന് പരസ്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നതും വേസ്റ്റ് ഓഫ് മണിയാണ്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അതിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരെ KSRTCയിൽ സർക്കാർ പരസ്യം മാത്രം, അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിലാണ് വാർത്ത എത്തിച്ചത്. ഏതായാലും പ്രതിപക്ഷം ഇതിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്, അല്ലേ? വിമർശനവും പരിഹാസമുണ്ട്. PC വിശ്വനാഥിന്റെ പ്രതികരണമാണ് റിപ്പോർട്ടർ TVക്ക് നൽകിയത്. പറയുന്ന അനുസരിച്ച് ഫുൾ ഫിഗർ എൻ്റെ തല എന്ന നിലയിൽ നാടൊട്ടുക്കും തന്നെ മുഖം കാണിക്കാനാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഖജനാവിലെ പണം ദുർവ്യയം നടത്തുകയാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, സർക്കാർ പ്രതിസന്ധിയിലാണെന്നും ഖജനാവിൽ പണമില്ലെന്നും ക്ഷേമനിധികളിൽ അടച്ച തുകയുടെ അംശാദായവും മറ്റും പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്, പെൻഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഖജനാവിൽ നിന്ന് കോടികൾ പരസ്യത്തിനായി ചെലവഴിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം. മറ്റൊന്ന് പരിഹാസമാണ്. ഇനിയിപ്പോൾ പൊളിഞ്ഞുപോയ പ്രൊഡക്റ്റിന് എത്ര തന്നെ മാർക്കറ്റ് ചെയ്തിട്ടും എത്ര തന്നെ പരസ്യം നൽകിയിട്ടും ഇനി ഇതാരും വാങ്ങാൻ പോകുന്നില്ല. ഇനി വരുന്നത് UDF സർക്കാർ തന്നെയാകുമെന്ന് PC വിശ്വനാഥും പ്രതിപക്ഷവും പറയുകയാണ്. ഏതായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ 3000 ബസ്സുകളിലാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയ സർക്കാരിൻ്റെ പ്രചരണ വാചകങ്ങൾ പതിപ്പിക്കാനുള്ള വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം വന്നത്. 3000 ബസ്സുകൾ 10,000 രൂപ വീതം തുകയ്ക്കാണ് വാടകയ്ക്കെടുക്കുക. അങ്ങനെ 3 കോടി രൂപയാണ് ഈ പരസ്യത്തിനായി KSRTC ബസ്സുകളിലെ പരസ്യത്തിനായി മാത്രം ഈ 3 മാസത്തേക്ക് ചെലവഴിക്കുക എന്ന റിപ്പോർട്ടാണ് നമ്മൾ രാവിലെ നൽകിയിരുന്നത്. ഇതിനൊപ്പം തന്നെ പ്രധാന പാതയിലൊക്കെ ഇതിനോടകം ഹോർഡിങ്ങുകൾ സർക്കാർ PRD വകുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രവും ഒന്നിച്ചു മുന്നേറാമെന്ന വാചകവും ഉൾപ്പെടുത്തിയ ബോർഡുകളാണ് ഇതിനോടകം സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും വിമർശനവുമായി ഈ പരസ്യ ചെലവ് പാഴ്ചെലവാണ് എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയാണ്. വിനീത, ശരി. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.